നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാഡമി. ബയോമോളിക്യൂൾസിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോട്ടീൻസ്, വിറ്റമിൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. പ്രോട്ടീൻസ്, പ്രോട്ടിയോസ് എന്ന വാക്കിൽ നിന്നാണ് പ്രോട്ടീൻസ് ഉണ്ടായത്. പ്രോട്ടിയോസ് മീൻസ് പ്രൈം ഇമ്പോർട്ടൻസ്. നമ്മുടെ ലിവിങ് സിസ്റ്റംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്, ബയോമോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ബോഡിയുടെ ബേസിക് സ്ട്രക്ചർ, അതുപോലെ ഫങ്ഷനിങ്, ഗ്രോത്തിൻ്റെ മെയിൻ്റനൻസ്, ഇതിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഓർഗാനിക് കമ്പൗണ്ടാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഈസ് ആക്ച്വലി എ നാച്ചുറൽ പോളിമർ. ആൽഫ അമിനോ ആസിഡ്സിൻ്റെ പോളിമറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് അമിനോ ആസിഡ്? അമിനോ ആസിഡ് ഒരു ഓർഗാനിക് കമ്പൗണ്ടാണ്. ഈ ഓർഗാനിക് കമ്പൗണ്ടിൽ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്, 2 ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. വൺ ഇസ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് COOH, മറ്റൊന്ന് അമിനോ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞപ്പോൾ ആൽഫ അമിനോ ആസിഡ് എന്ന് പറഞ്ഞല്ലോ, ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദി അമിനോ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓഫ് ദി കാർബോക്സിലിക് ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് ആണ് ഈ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രയോറിറ്റി കൂടുതലുള്ളത്, അല്ലേ? അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാർബോക്സിലിക് ഗ്രൂപ്പ് ഹാസ് ദി പ്രയോറിറ്റി. അപ്പോൾ പ്രയോറിറ്റി കൂടുതലുള്ള പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തെ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഈ മോളിക്യൂളിൽ യു കെൻ സീ ദിസ് മോളിക്യൂൾ, ദിസ് കാർബൺ ആറ്റം ഇസ് നോൺ ആസ് ആൽഫ കാർബൺ ആറ്റം. ആൽഫ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് അമിനോ ഗ്രൂപ്പും അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ ആൽഫ അമിനോ ആസിഡ് എന്ന് വിളിക്കും. ബീറ്റ കാർബൺ ആറ്റത്തോടാണ് NH2 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതെങ്കിൽ അത് ബീറ്റ അമിനോ ആസിഡ് ആണ്. ഇപ്പോൾ ഈ COH അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ കാർബൺ, ദിസ് ഇസ് ആൽഫ, ദിസ് ഇസ് ബീറ്റ, ദിസ് ഇസ് ഗാമ. അപ്പോൾ ബീറ്റയിൽ NH2 അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ ദിസ് വിൽ ബി ബീറ്റ അമിനോ ആസിഡ്. മനസ്സിലായില്ലേ? അമിനോ ആസിഡുകളുടെ നേച്ചർ അനുസരിച്ച് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അസിഡിക്, ബേസിക്, ന്യൂട്രൽ. അമിനോ ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം ബേസിക് ആണ്. കാർബോക്സിലിക് ആസിഡ് ഇസ് അസിഡിക് ഇൻ നേച്ചർ. അമിനോ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ ബേസിക് അമിനോ ആസിഡ് ആയിരിക്കും. കാർബോക്സിലിക് ഗ്രൂപ്പ്സിൻ്റെ എണ്ണം അമിനോ ഗ്രൂപ്പിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് അസിഡിക് അമിനോ ആസിഡ് ആയിരിക്കും. അമിനോ ഗ്രൂപ്പ്സിൻ്റെയും ആസിഡ് ഗ്രൂപ്പിൻ്റെയും എണ്ണം തുല്യമാണെങ്കിൽ ദി അമിനോ ആസിഡ് വിൽ ബി ന്യൂട്രൽ അമിനോ ആസിഡ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നും കൂടി അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇത് ചില അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യും, ബോഡി തന്നെ സിന്തസൈസ് ചെയ്യുന്ന അമിനോ ആസിഡ്സ്. അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെ നമ്മൾ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ ഗ്ലൂട്ടാമിക് ആസിഡ്, എസ്പാർട്ടിക് ആസിഡ്. ഇനി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യില്ല, അപ്പോൾ അത് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം, എക്സ്റ്റേണൽ ആയിട്ട് കഴിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അമിനോ ആസിഡുകളെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ഐസോല്യൂസിൻ, ലൈസിൻ. ഇനി അമിനോ ആസിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അമിനോ ആസിഡ്സ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള കളർലെസ് സോളിഡ്സ് ആണ്, വാട്ടർ സൊല്യൂബിൾ ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റും ഉണ്ട്. സോൾട്സ് ആണ് ഇവർ. കാരണം എന്തായിരിക്കും? ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ട്, ഒരു കാർബോക്സിലിക് ഗ്രൂപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആംഫോട്ടറിക് നേച്ചറാണ്, ആസിഡ് ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. വാട്ടർ സോളിബിൾ ആണെന്ന് പറഞ്ഞല്ലോ. വാട്ടറിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സ്വിറ്റർ അയോൺ ആയിട്ടാണ്. എന്താണ് സ്വിറ്റർ അയോൺ? നിങ്ങൾക്ക് ഈ അമിനോ ഗ്രൂപ്പ് കാണാമല്ലോ, അമിനോ ഗ്രൂപ്പ് ക്യാൻ ബി സീൻ ഹിയർ, isn't it? ഈ അമിനോ ഗ്രൂപ്പിൽ ഈ കാർബോക്സിലിക് ആസിഡിലെ പ്രോട്ടോൺ വന്നിട്ട് നൈട്രജനും അറ്റാച്ച് ചെയ്ത് NH3+ഉം, അപ്പോൾ ഇവിടുത്തെ O- ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ സെയിം മോളിക്യൂളിൽ രണ്ട് ഓപ്പോസിറ്റ് ചാർജ് വരുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് പറയുന്നത്. അമിനോ ആസിഡ് എക്സിസ്റ്റ് ആസ് സ്വിറ്റർ അയോൺ ഇൻ സൊല്യൂഷൻ.
ഓക്കെ, ഗ്ലൈസീൻ ഒഴിച്ച്, ഗ്ലൈസീൻ എന്ന് പറഞ്ഞാൽ ആൽഫ അമിനോ ആസിഡ് ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡ്സും ഒപ്റ്റിക്കലി ആക്റ്റീവും കൂടിയാണ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്നറിയാലോ. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. പോളിമർ ആണെന്ന് പറഞ്ഞല്ലോ, ആൽഫ അമിനോ ആസിഡ്സിൻ്റെ പോളിമറാണ്. ഈ പോളിമർ ഫോം ചെയ്യുന്നത് അമിനോ ആസിഡുകളുടെ ഇടയിൽ പെപ്റ്റൈഡ് ബോൺഡ്സ് എന്ന് പറഞ്ഞ ലിങ്കേജസ് ഉപയോഗിച്ചിട്ടാണ്. പെപ്റ്റൈഡ് ലിങ്കേജസ് എന്താണെന്ന് കാണാം. C+NH അങ്ങനെയാണ് ഈ പെപ്റ്റൈഡ് ലിങ്കേജസ് വരുന്നത്. കാണിച്ചു തരാം. നമുക്ക് 2 അമിനോ ആസിഡ്സ് വരച്ച് നോക്കാം. R CH NH2 COOH plus H HN CH COOH R. രണ്ടും സെയിം അമിനോ ആസിഡ്സ് തന്നെയാണ്. ഒരെണ്ണം ടീച്ചർ ഇപ്പുറത്തേക്ക് വരച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ OHും Hഉം വാട്ടർ മോളിക്യൂളായിട്ട് എലിമിനേറ്റ് ചെയ്തു പോവും. -H2O. R CH NH2 C+O അല്ലേ, കാർബണൈൽ ഗ്രൂപ്പ് ഇവിടെ നൈട്രജനുമായിട്ട് അറ്റാച്ച് ചെയ്തു. NH CH COOH R. അപ്പോൾ ഈ ബോണ്ട് കണ്ടോ, CONH, ഈ ബോണ്ടിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് അഥവാ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് ആണ് ഉള്ളതെങ്കിൽ അതിനെ മോണോപെപ്റ്റൈഡ് എന്ന് പറയും. 2 പെപ്റ്റൈഡ് ലിങ്കേജസ് ഉള്ളതിനെ ഡൈപെപ്റ്റൈഡ് എന്ന് പറയും. അനേകം പെപ്റ്റൈഡ് ലിങ്കേജസ് ഉള്ള പോളിമറിനെ നമ്മൾ പോളിപെപ്റ്റൈഡ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു പ്രോട്ടീൻ ഇറ്റ് ക്യാൻ ബി എ സിംഗിൾ പോളിപെപ്റ്റൈഡ് ഓർ മെനി പോളിപെപ്റ്റൈഡ്സ്. ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ആകാം, അല്ലെങ്കിൽ അനേകം പോളിപെപ്റ്റൈഡുകൾ ചേർന്നതായിരിക്കാം ഒരു പ്രോട്ടീൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. 100-ലധികം അമിനോ ആസിഡ് റെസിഡ്യൂസ് അടങ്ങുന്ന പോളിപെപ്റ്റൈഡുകളെയാണ് സാധാരണ നമ്മൾ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ്സ് ഉണ്ടാവും, ലൈക്ക് ഇൻസുലിൻ. ഇൻസുലിനിൽ 51 അമിനോ ആസിഡ്സേ ഉള്ളൂ, എന്നാലും അതിനെ പ്രോട്ടീൻ എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം ഇറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ഫങ്ഷൻ ഇൻ ദി ബോഡി. മിക്കവാറും പ്രോട്ടീൻ മോളിക്യൂൾസിൻ്റെയൊക്കെ മോളാർ മാസ് എന്ന് പറയുന്നത് 10,000 യൂണിഫൈഡ് മാസ് ഒക്കെയാണ്. ബിക്കോസ് ദേ ആർ ലോങ് ചെയിൻ മോളിക്യൂൾസ്. ഇനി നമ്മൾ പ്രോട്ടീൻസിന് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. പ്രോട്ടീൻസിനെ അതിൻ്റെ മോളിക്കുലാർ ഷേപ്പിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ആസ് ഫൈബ്രസ് പ്രോട്ടീൻസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിലൊക്കെ ഉള്ള പ്രോട്ടീനാണ്, നോൺ ആസ് കെരാറ്റിൻ. ഹെയറിൽ മാത്രമല്ല, വൂൾ, സിൽക്കിലൊക്കെ ഈ ഫൈബ്രസ് പ്രോട്ടീൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഫൈബ്രസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പിയറൻസ്, ദേ റൺ പാരലൽ. പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഒക്കെ തിൻ ഫൈബർ ലൈക്ക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസിനെ തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോൺസും ഡൈസൾഫൈഡ് ബോൺസും ആണ്. ഇത് വാട്ടർ സോല്യുബിൾ അല്ല. ദാറ്റ് ഇസ് ദി പെക്യുലിയാരിറ്റി. അപ്പോൾ നമുക്ക് മുടി കഴുകാൻ പറ്റുന്നതും വൂളൊക്കെ വാട്ടർ സോല്യുബിൾ അല്ല, അല്ലെങ്കിൽ അലിഞ്ഞു പോവില്ലേ. സോ ദാറ്റ് ഇസ് ദി പെക്യുലിയാരിറ്റി ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോട്ടീൻസ്. മസിൽസിലും കാണാം കേട്ടോ. മയോസിൻ എന്ന പ്രോട്ടീനാണ് മസിൽസിലുള്ളത്. ദേ ആർ ഓൾസോ ഫൈബ്രസ് പ്രോട്ടീൻസ്. ഇനി അടുത്തത് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഗ്ലോബുലാർ പ്രോട്ടീൻസിന് ഒരു സ്ഫെറിക്കൽ ഷേപ്പാണുള്ളത്. ഇത് വാട്ടർ സോല്യുബിൾ ആണ്. എക്സാമ്പിൾ എഗ് ആൽബുമിൻ, അതുപോലെ ഇൻസുലിൻ. ദേ ആർ എക്സാമ്പിൾസ് ഫോർ ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഫൈബ്രസ് പ്രോട്ടീൻ്റെയും ഗ്ലോബുലാർ പ്രോട്ടീൻ്റെയും ഷേപ്പ് നോക്കാം നമുക്ക്. കണ്ടോ, ഫൈബ്രസ് പ്രോട്ടീൻ ഫൈബർ ലൈക്ക് ആണ്, അതേസമയം ഗ്ലോബുലാർ പ്രോട്ടീൻ ഇസ് കോയിൽഡ് ഇൻ ടു എ സ്ഫിയർ, അല്ലേ, ഒരു ഉരുണ്ട ഷേപ്പാണ്. പ്രോട്ടീനിൻ്റെ സ്ട്രക്ചറും ഷേപ്പും നമുക്ക് 4 ഡിഫറെൻറ്റ് ലെവൽസിൽ പഠിക്കാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഇസ് നോൺ ആസ് ദി പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആയിരിക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടല്ലോ, ആ പോളിപെപ്റ്റൈഡ് ചെയിനിലുള്ള അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസ്, അതായത് ഓർഡർലി അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഷേപ്പ്. 2 ഡിഫറെൻറ്റ് ഷേപ്സിലാണ് ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കാം. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. ഒന്ന് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ആൻഡ് ദി അതർ വൺ ഇസ് ദി ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ. നോക്കിക്കോ, ഷേപ്പ്, ദിസ് ഇസ് ദി ഷേപ്പ്.
ആൽഫ ഹെലിക്കൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കണ്ടോ, ഹെലിക്കൽ ഷേപ്ഡ്. ബീറ്റ പ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഫോൾഡഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ്. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞത് പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെ ഷേപ്പാണെന്ന് പറഞ്ഞല്ലോ. ഇനി ആ ഷേപ്പിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഒന്ന് കോയിൽ ചെയ്തു എന്ന് വിചാരിക്കും, വീണ്ടും അത് ഫോൾഡ് ചെയ്യും. അങ്ങനെ ഫോൾഡഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിക്കാണ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുക. ആൻഡ് ദിസ് ടെർഷ്യറി സ്ട്രക്ചർ ക്ലാസിഫൈസ് ദി പ്രോട്ടീൻ ഇൻ ടു ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ. ആൽഫ ഹെലിക്കൽ ഒന്നും കൂടെ കോയിൽ ചെയ്തിട്ടാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബീറ്റ പ്ലേറ്റഡ് ഷേപ്പ് ഒന്നും കൂടെ കോയിൽ ചെയ്ത് അത് ഇങ്ങനെ ഫൈബർ ലൈക്ക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഫൈബ്രസ് പ്രോട്ടീൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ടെർഷ്യറി സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോൺഡ്സും ഡൈസൾഫൈഡ് ബോൺഡ്സും വഴിയാണ്. സപ്പോസ് ദിസ് ഇസ് ദി ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ. ഈ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ദി ടെർഷ്യറി സ്ട്രക്ചർ. ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ഇങ്ങനെയാണ്, ഫോൾഡ്സ് ലൈക്ക് ഫോൾഡ്സ്. ഇത് ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടെർഷ്യറി സ്ട്രക്ചർ കിട്ടും. ഇനി നാലാമത്തെ ലെവൽ എന്ന് പറയുന്നത് ക്വാട്ടർണറി സ്ട്രക്ചർ. ക്വാട്ടർണറി സ്ട്രക്ചർ പറയുന്നത് 2 or 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉള്ളപ്പോഴാണ്. ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ ഓറിയന്റേഷൻ, 3 dimensional ആയിട്ടുള്ള ഓറിയന്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി അതർ പോളിപെപ്റ്റൈഡ് ചെയിൻസ്, അതിനെയാണ് നമ്മൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണാം ക്വാട്ടർണറി സ്ട്രക്ചറിന്റെ. കൊളാജൻ എന്ന പ്രോട്ടീനും അതുപോലെ ഹീമോഗ്ലോബിനും നിങ്ങൾക്ക് കാണാം. 2-3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. അതിൽ ഓരോരുത്തരും എങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു ദി അതേഴ്സ് 3 dimensionally ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്വാട്ടർണറി സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ്. നേറ്റീവ് പ്രോട്ടീൻ എന്താന്ന് പറയാം. ആദ്യം തന്നെ ഒരു നേറ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ബയോളജിക്കൽ ഫംഗ്ഷൻ ഉള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ നേറ്റീവ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. നേറ്റീവ് പ്രോട്ടീൻസ് നമ്മൾ എന്തെങ്കിലും pH ചേഞ്ചസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ, ടെമ്പറേച്ചർ ചേഞ്ചസ് ഇതിനോടൊക്കെ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ലൂസസ് ഇറ്റ്സ് ടെർഷ്യറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ്. അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മുട്ട പുഴുങ്ങുമല്ലോ. മുട്ട പുഴുങ്ങുമ്പോൾ എഗ് ആൽബമിൻ്റെ ടെർഷ്യറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറും ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ പാല് തൈരാകുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് നടക്കുന്നത്, ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ്. പ്രൈമറി സ്ട്രക്ചർ, ആ ബേസിക് പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ സീക്വൻസ് ഉണ്ടല്ലോ, അമിനോ ആസിഡ് സീക്വൻസ്, ദാറ്റ് റിമെയിൻസ് ഇൻടാക്ട്. പക്ഷേ സെക്കൻഡറി സ്ട്രക്ചറും ടെർഷ്യറി സ്ട്രക്ചറും ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അടുത്ത ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് എൻസൈം ആണ്. എൻസൈംസ് ആർ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് വിത്ത് എ സ്പെസിഫിക് ബയോളജിക്കൽ ഫംഗ്ഷൻ. ബയോളജിക്കൽ ആയിട്ടുള്ള ബയോകെമിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്ന ബയോമോളിക്യൂൾസ് ആണ് എൻസൈംസ് എന്ന് പറയുന്നത്. മിക്കവാറും എൻസൈംസ് ആർ ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഇവരുടെ പേര് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്, എന്ത് സബ്സ്ട്രേറ്റിനോടാണോ ഇവർ കാറ്റലൈസ് ചെയ്യുന്നത്, ഏത് സബ്സ്ട്രേറ്റിനെയാണോ ഇവർ കാറ്റലൈസ് ചെയ്യുന്നത്, ആ സബ്സ്ട്രേറ്റിന്റെ പേരിനോട് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇവരുടെയും പേരുകളുള്ളത്. ഫോർ എക്സാമ്പിൾ, മാൾട്ടോസ് എന്ന് പറഞ്ഞിട്ടൊരു കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്കറിയാം. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് മാൾട്ടേസ്. ചില എൻസൈംസിന്റെ പേര് അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന കെമിക്കൽ റിയാക്ഷന്റെ പേരുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. ഇത് ചില സബ്സ്ട്രേറ്റിന്റെ ഓക്സിഡേഷനെയും മറ്റു ചില സബ്സ്ട്രേറ്റ്സിന്റെ റിഡക്ഷനെയും കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് സൈമൾട്ടേനിയസ് ആയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എൻസൈമിന് എക്സാമ്പിൾ ആണ് ഓക്സിഡോ റിഡക്ടേസ്. ഇനി നമുക്ക് വിറ്റമിൻസിലേക്ക് പോവാം. വിറ്റമിൻസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ അവർ ഡയറ്റ് ടു പെർഫോം സ്പെസിഫിക് ബയോളജിക്കൽ ഫങ്ഷൻസ്. നമ്മുടെ ബോഡിയിൽ വളരെ കുറച്ചേ ആവശ്യമുള്ളെങ്കിലും ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ക്ലാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് വിറ്റമിൻസ് എന്ന് പറയുന്നത്. നോർമൽ ബോഡിയുടെ മെയിൻ്റനൻസ്, ഒപ്റ്റിമം ഗ്രോത്ത്, ഹെൽത്ത് ഓഫ് ദി ഓർഗാനിസം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വിറ്റമിൻസ് ഡയറ്റിൽ എടുക്കുന്നത്. ബിക്കോസ് ദേ ഹാവ് എ സ്പെസിഫിക് ഫങ്ഷൻ. വിറ്റമിൻസിനെ നമുക്ക് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ദം ഇൻടു 2.
One is water soluble and the other is fat soluble. വിറ്റമിൻ ബിയും സിയും ആണ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വിറ്റമിൻ ബിയും സിയും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കാരണം യൂറിനിലൂടെയും സ്വെറ്റിലൂടെയൊക്കെ വിയർപ്പിലൂടെയൊക്കെ ഇത് നഷ്ടപ്പെടും. വിറ്റമിൻ B12 നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. B12 known as cyanocobalamin. Chemically it is known as cyanocobalamin. ഫാറ്റ് സോളിബിൾ വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. വിറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ അവർ വാട്ടറിൽ സോളിബിൾ ആവില്ല. ഇവരെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും ഇൻ ദി ലിവർ ആൻഡ് ആഡിപ്പോസ് ടിഷ്യൂ. വിറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് ഒക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ചില കെമിക്കൽ നെയിംസ് അറിയേണ്ടതുണ്ട്. വിറ്റമിൻ B1 എന്ന് പറയുന്നത് തയമിൻ. വിറ്റമിൻ B2 is known as riboflavin. വിറ്റമിൻ B6 is pyridoxine. വിറ്റമിൻ B12 is cyanocobalamin. വിറ്റമിൻ സി നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ് ascorbic acid. ഇനി നമ്മൾ ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ന്യൂക്ലിക് ആസിഡ്സ് 2 ടൈപ്പ് ഉണ്ട്, DNA ആൻഡ് RNA. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA മീൻസ് റൈബോ ന്യൂക്ലിക് ആസിഡ്സ്. ഈ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. അതുകൊണ്ട് അവരെ പോളി ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളി ന്യൂക്ലിയോടൈഡ്സ് ബിക്കോസ് ദേ ആർ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഇനി ഓരോ ന്യൂക്ലിക് ആസിഡിലും മേജറായിട്ട് 3 കമ്പണൻസ് ഉണ്ട്. ഒന്ന് ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് ബേസ്, ഒരു പെൻറ്റോസ് ഷുഗർ, പിന്നെ ഒരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ്. ഇതാണ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ന്യൂക്ലിക് ആസിഡ്. ഇതിൽ DNA-യിലും RNA-യിലും പ്രസൻ്റ് ആയിരിക്കുന്ന പെൻറ്റോസ് ഷുഗറുകൾ ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഹെട്രോസൈക്ലിക് ബേസസ് 4 ഉണ്ട്. ആ ഹെട്രോസൈക്ലിക് ബേസസിൽ 3 2 പേർക്കും കോമൺ ആണ്, ഒരാൾ വ്യത്യാസമുണ്ട്. അത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പെൻറ്റോസ് ഷുഗർ ഏതൊക്കെയാണെന്ന് നോക്കാം. RNA-യിൽ പ്രസൻ്റ് ആയിട്ടുള്ള പെൻറ്റോസ് ഷുഗർ ബീറ്റ റൈബോസ്, ബീറ്റ ഡി റൈബോസ്. DNA-യിലുള്ളത് ബീറ്റ D2 ഡിയോക്സി റൈബോസ്. DNA-യിലുള്ള ബേസസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. അഡിനൈൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ, തൈമിൻ. RNA-യിലുള്ള ബേസസ് അഡിനൈൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇനി ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമറാണ് ന്യൂക്ലിക് ആസിഡ് അഥവാ പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ആദ്യം ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. ന്യൂക്ലിയോസൈഡ് മീൻസ് എ പെൻറ്റോസ് ഷുഗർ അറ്റാച്ച്ഡ് ടു എ ഹെട്രോസൈക്ലിക് ബേസ്. ഒരു ഹെട്രോസൈക്ലിക് ബേസ് പെൻറ്റോസ് ഷുഗറിൻ്റെ ഫസ്റ്റ് കാർബണിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സ്ട്രക്ചറിനാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദി സ്ട്രക്ചർ കണ്ടോ, ബേസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് കാർബണിൽ ബേസ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനെ ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ഇനി ഈ ന്യൂക്ലിയോസൈഡിലെ പെൻറ്റോസ് ഷുഗറിൻ്റെ 5th കാർബൺ ഉണ്ടല്ലോ, ആ 5th കാർബണിൽ ഒരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനെ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ദ ഹോൾ സ്ട്രക്ചർ ഇസ് നോൺ ആസ് ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്താണ്? ന്യൂക്ലിയോസൈഡിൽ പെൻറ്റോസ് ഷുഗറിൻ്റെ 5th കാർബണിൽ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ദി എൻറ്റയർ സ്ട്രക്ചർ ഇസ് നോൺ ആസ് ന്യൂക്ലിയോടൈഡ്. ഇവിടെ 2 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് 1. അപ്പോൾ ഫസ്റ്റ് കാർബണിൽ ബേസ് കാണാം നിങ്ങൾക്ക്, 5th കാർബണിൽ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് കാണാം. അതുപോലെ സെക്കൻഡ് ന്യൂക്ലിയോടൈഡിലും അതുപോലെ തന്നെ. ഇനി ഈ 2 ന്യൂക്ലിയോടൈഡ്സിലെ 3rd കാർബണിലെ OHും അതുപോലെ അടുത്ത ന്യൂക്ലിയോടൈഡിലെ 5th കാർബണിലെ ഫോസ്ഫോറിക് ആസിഡുമായിട്ടുള്ള ഒരു OHും കമ്പൈൻ ചെയ്തിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓക്സിജൻ മാത്രമാവും അവിടെ. ആ ഓക്സിജൻ 2 ന്യൂക്ലിയോടൈഡുകളെ തമ്മിൽ
കണക്ട് ചെയ്യും. ഹിയർ ദിസ് linkage is known as phosphodiester linkage. phosphodiester linkage. DNAയും RNAയും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്കൊന്ന് നോക്കാം. DNA is double stranded helical structure. RNA is a single stranded helical structure. DNAയിലുള്ള ഷുഗർ ബീറ്റ D2 ഡിയോക്സി റൈബോസ് ആണ്. RNAയിലുള്ള ഷുഗർ ബീറ്റ ഡി റൈബോസ് ഷുഗറാണ്. ഇനി ഇവരുടെ ബേസസ് ഏതൊക്കെയാണ്? RNA സൈറ്റോസിൻ, ഗ്വാനൈൻ, അഡിനൈൻ ആൻഡ് യുറാസിൽ. ഇതൊക്കെയാണ് RNAയിലുള്ള ബേസസ്. DNAയിലുള്ള ബേസസ് ഏതൊക്കെയാണ്? സൈറ്റോസിൻ, ഗ്വാനൈൻ, അഡിനൈൻ ആൻഡ് തൈമിൻ. ഇനി ഇവരുടെ ഫങ്ഷൻസിലും വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നോക്കാം. 3 ടൈപ്പ് ഓഫ് RNA ഉണ്ട്. അവരുടെ ഫങ്ഷൻസും ഡിഫറെൻ്റ് ആണ്. tRNA is ട്രാൻസ്ഫർ RNA, rRNA is റൈബോസോമൽ RNA, mRNA is മെസ്സഞ്ചർ RNA. RNAയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഹെറിഡിറ്റിയുടെ കെമിക്കൽ ബേസിസ് എന്ന് പറയുന്നത് DNA ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദി റിസർവ് ഫോർ ജനറ്റിക് ഇൻഫർമേഷൻ. ജീൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ജനറ്റിക് ഇൻഫർമേഷൻ റിസർവ് ചെയ്തിരിക്കുന്നത് DNAയിലാണ്. സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ സാധ്യമാണ്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള DNA സ്ട്രാൻഡ്സ് ഡോട്ടർ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബയോളജിക്കൽ ആയിട്ടുള്ള വശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ. കഴിഞ്ഞ വർഷം നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ച്. ഇനി പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത് ആരാണ്? RNA ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പ്രോട്ടീൻ സിന്തസിസിനുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് ആരാണ്? DNA ആണ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഡെഡ് ബോഡീസ്, ഒരു ആക്സിഡൻറ്റിൽ ബോഡി മ്യൂട്ടിലേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ യു കനോട്ട് ഐഡൻറ്റിഫൈ ദി ബോഡി, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബോഡി ഇന്ന ആളുടേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഫോറൻസിക് ലബോറട്ടറീസിൽ ക്രിമിനൽസിൻ്റെ ഓൾറെഡി കുറേ ക്രിമിനൽസിൻ്റെയൊക്കെ DNA സാമ്പിൾസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്രൈം സീനിൽ നിന്ന് DNA സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് അത് നമ്മുടെ കയ്യിലുള്ള പോലീസിൻ്റെ കയ്യിലുള്ള സാമ്പിൾ DNA ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. അങ്ങനെ ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നിക്ക്. അതുപോലെ ഒരു വ്യക്തിയുടെ പാറ്റേണിറ്റി, പിതൃത്വം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റും. റേസസ് എന്താണ്? ഏഷ്യൻസ്, ആഫ്രിക്കൻസ്, യൂറോപ്യൻസ്, അമേരിക്കൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് റേഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് റേഷ്യൽ ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിലൂടെ എങ്ങനെയാണ് ഈ ബയോളജിക്കൽ എവല്യൂഷൻ ഉണ്ടായത്, ഡിഫറെൻറ്റ് റേസസ് എങ്ങനെ ഉണ്ടായെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റും. ബയോമോളിക്യൂൾസും കഴിഞ്ഞു. ഇനി പോളിമേഴ്സും കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറഞ്ഞ യൂണിറ്റും അത് ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ടീച്ചർ ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം പോളിമേഴ്സും കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് യൂണിറ്റ് മുതലുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങളുടെ എക്സാമിന് മുൻപ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. CBSE കാർക്കുള്ള സ്പെഷ്യൽ റിവിഷൻ ഏപ്രിൽ ഉണ്ടാവും. കീപ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.